സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2024 മാർച്ച് 1 തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത്. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് ആരാണ്? സന ഇർഷാദ് മട്ടു. ആരാണ്? സന ഇർഷാദ് മട്ടു ആണ് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് ആരാണ്? സന ഇർഷാദ് മട്ടു. രണ്ടാമത്തെ ചോദ്യം: ബ്രിട്ടീഷ് രാജാവിന്റെ ഓണററി നൈറ്റ്ഹുഡ് അംഗീകാരം ലഭിച്ച ഭാരതി എന്റർപ്രൈസസ് സ്ഥാപകനും ചെയർമാനുമായ വ്യക്തി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. ബ്രിട്ടീഷ് രാജാവിന്റെ ഓണററി നൈറ്റ്ഹുഡ് അംഗീകാരം ലഭിച്ച ഭാരതി എന്റർപ്രൈസസ് സ്ഥാപകനും ചെയർമാനുമായ വ്യക്തി ആരാണ്? സുനിൽ ഭാരതി മിത്തൽ. ആരാണ്? സുനിൽ ഭാരതി മിത്തൽ ആണ് ആൻസർ. അപ്പൊ ചോദ്യം എന്തായിരുന്നു? ബ്രിട്ടീഷ് രാജാവിന്റെ ഓണററി നൈറ്റ്ഹുഡ് അംഗീകാരം ലഭിച്ച ഭാരതി എന്റർപ്രൈസസിന്റെ സ്ഥാപകനും ചെയർമാനുമായ വ്യക്തി ആരാണ്? സുനിൽ ഭാരതി മിത്തൽ. അടുത്ത ചോദ്യം: ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത്. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2024 ഫെബ്രുവരി 28 കേട്ടോ. അപ്പോൾ ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടിയത് എന്നാണ്? 2024 ഫെബ്രുവരി 28. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാവുന്ന 14 വകുപ്പാണ് ഭേദഗതി ചെയ്തത്. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞു കഴിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് ലോകായുക്തയ്ക്ക് വിധിക്കാവുന്ന 14 വകുപ്പാണ് എന്ത് ചെയ്തത്? ഭേദഗതി ചെയ്തത്. അപ്പോൾ ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റ് അംഗീകാരം നൽകിയതെന്നാണ്? 2024 ഫെബ്രുവരി 28. അടുത്ത ചോദ്യം: ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ പേര്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിനാണ് ഇത്? നെല്ലിക്ക. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നെല്ലിക്ക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത്. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് ആരാണ്? മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകർ. അപ്പോൾ ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് ആരാണ്? അത് മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകരാണ്. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ വേണ്ടിയിട്ട് 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് ആരാണ്? മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകർ. അടുത്ത ചോദ്യം: ഗംഗാ നദീതട വികസനത്തിന് സമാനമായ ജലാഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി. ഗംഗാ നദീതട വികസനത്തിന് സമാനമായ ജലാഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ പെരിയാറാണ് കേട്ടോ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിവയാണ് നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന മറ്റ് നദികൾ. അപ്പോൾ ഗംഗാ നദീതട വികസനത്തിന് സമാനമായ ജലാഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് പെരിയാറാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിവയാണ് നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന മറ്റു നദികൾ. അടുത്ത ചോദ്യം: ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് ഫ്രാൻസ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത് ആരാണ്? ഫ്രാൻസ് ആണ്. അടുത്ത ചോദ്യം: തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഒഴിവാകാനുള്ള
സർക്കാർ ജീവനക്കാരുടെ അടവുകൾ നിയന്ത്രിക്കാനുള്ള പോർട്ടലിന്റെ പേര്. തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഒഴിവാകാനുള്ള സർക്കാർ ജീവനക്കാരുടെ അടവുകൾ നിയന്ത്രിക്കാനുള്ള പോർട്ടലിന്റെ പേരാണ് ഓർഡർ. അപ്പോൾ എന്താണ് ഓർഡർ? തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഒഴിവാകാനുള്ള സർക്കാർ ജീവനക്കാരുടെ അടവുകൾ നിയന്ത്രിക്കാനുള്ള പോർട്ടലാണ് എന്ത്? ഓർഡർ. അടുത്ത ചോദ്യം നോക്കാം. ഉത്തേജകം ഉപയോഗിച്ചതിനാൽ ഫുട്ബോളിൽ നിന്ന് 4 വർഷം വിലക്കപ്പെട്ട ഫ്രാൻസിലെ താരം. ഉത്തേജകം ഉപയോഗിച്ചതിനാൽ ഫുട്ബോളിൽ നിന്ന് 4 വർഷം വിലക്കേർപ്പെടുത്തപ്പെട്ട ഫ്രാൻസിലെ താരം ആരാണ്? പോൾ പോഗ്ബ. ആരാണ്? പോൾ പോഗ്ബ. അടുത്ത ചോദ്യം. 2023-2024 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ ആണ് കേട്ടോ. അപ്പൊ 2023-2024 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ്? സ്പെയിൻ ആണ്. ഫൈനലിൽ ഫ്രാൻസിനെ തോൽപ്പിച്ചു. ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റത്. APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ് APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായിട്ട് ചുമതലയേറ്റത്. സംസ്കൃത പണ്ഡിതനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്നു ഡോക്ടർ ധർമ്മരാജ്. 2023 UGC നിർദ്ദേശപ്രകാരം ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് സാങ്കേതിക സർവകലാശാല. അപ്പോൾ APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റ വ്യക്തി ആരാണ്? ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് ആരാണ്? സന ഇർഷാദ് മട്ടു. ആരാണ്? സന ഇർഷാദ് മട്ടു. രണ്ടാമത്തെ ചോദ്യം. ബ്രിട്ടീഷ് രാജാവിന്റെ ഓണററി നൈറ്റ്ഹുഡ് അംഗീകാരം ലഭിച്ച ഭാരതി എന്റർപ്രൈസസ് സ്ഥാപകനും ചെയർമാനുമായ വ്യക്തി ആരാണ്? സുനിൽ ഭാരതി മിത്തൽ. ലോകായുക്ത ഓർഡിനൻസ് ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചതെന്നാണ്? 2024 ഫെബ്രുവരി 28-നാണ്. പൊതുപ്രവർത്തകരുടെ അഴിമതി തെളിഞ്ഞാൽ ഔദ്യോഗിക സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് യോഗായുക്തയ്ക്ക് വിധിക്കാവുന്ന 14-ാം വകുപ്പാണ് എന്ത് ചെയ്തത്? ഭേദഗതി ചെയ്തത്. അടുത്ത ചോദ്യം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ എന്താണ്? നെല്ലിക്ക. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നെല്ലിക്ക. ക്യാൻസർ വീണ്ടും വരുന്നത് തടയാൻ 100 രൂപയുടെ ഗുളിക കണ്ടുപിടിച്ചത് ആരാണ്? മുംബൈ ടാറ്റ മെമ്മോറിയൽ ഗവേഷകരാണ്. അടുത്ത ചോദ്യം. ഗംഗാ നദീതട വികസനത്തിന് സമാനമായ ജലാഭിവൃദ്ധി പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? പെരിയാറാണ്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ എന്നിവയാണ് നദീതട മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന മറ്റു നദികൾ. അടുത്ത ചോദ്യം. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കുന്ന നിർണായക ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഫ്രാൻസ് ആണ്. തിരഞ്ഞെടുപ്പ് ജോലികളിൽ നിന്ന് ഒഴിവാകാനുള്ള സർക്കാർ ജീവനക്കാരുടെ അടവുകൾ നിയന്ത്രിക്കാനുള്ള പോർട്ടലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓർഡർ. ഉത്തേജകം ഉപയോഗിച്ചതിനാൽ ഫുട്ബോളിൽ നിന്ന് 4 വർഷം വിലക്കേർപ്പെടുത്തപ്പെട്ട ഫ്രാൻസിലെ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പോൾ പോഗ്ബ. 2023-2024 വർഷത്തെ യുവേഫ വനിതാ നേഷൻസ് ലീഗ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? സ്പെയിനാണ്. ഫൈനലിൽ ആരെ തോൽപ്പിച്ചു? ഫ്രാൻസിനെ തോൽപ്പിച്ചു. ഇന്നത്തെ അവസാനത്തെ ചോദ്യം. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായി ചുമതലയേറ്റ വ്യക്തി
ആരാണ്? ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്. ഡോക്ടർ ധർമ്മരാജ് അഡാട്ടാണ് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാനായിട്ട് ചുമതലയേറ്റത്. സംസ്കൃത പണ്ഡിതനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായിരുന്നു ആര്? ഡോക്ടർ ധർമ്മരാജ്. 2023 UGC നിർദ്ദേശപ്രകാരം ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഏത്? സാങ്കേതിക സർവകലാശാല. അപ്പോൾ നമ്മൾ പഠിച്ചത് മാർച്ച് 1 തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു CA സെഷനിൽ